ഇത്രയും ഫാമിലീസ് വീട്ടിൽ വന്നു. ആരുടെ ഫാമിലിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത്? പറഞ്ഞേ, ആരുടെയൊക്കെ ആയിരിക്കും? ഫാമിലീസും ഫ്രണ്ട്സുമാണ് വന്നത്. ഇന്ന് ആ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അനീഷ് നമ്മൾക്ക് കാണിച്ചത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. എപ്പിസോഡിലല്ല, ലൈവില് കാണിച്ചത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അനീഷിന്റെ വീട്ടുകാർ വന്നു, ഷാനവാസിന്റെ വീട്ടുകാർ വന്നത് എനിക്ക് തോന്നുന്നു ലൈവിലൊന്നും കാണിച്ചിട്ടില്ല അധികമൊന്നും ഹിൻസ് കൊടുക്കുന്നതായിട്ട്. പക്ഷേ ഹിൻസ് കൊടുത്തിട്ടുണ്ടാവാം, ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാര്യം ഇക്ക നന്നായിട്ട് കളിക്കുക, ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് മോൻ ആദ്യം കളിച്ച പോലെ കളിക്കാനാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വന്നതാണ് നമ്മുടെ അക്ബറിൻ്റെ ഫാമിലിയും കൂടുതലും അവർ പറഞ്ഞു കൊടുത്തത് നീ നിന്റെ 100% കൊടുക്ക്. ഇപ്പം നീ കളിക്കുന്നുണ്ട്, പക്ഷെ ബെറ്റർ ആയിട്ട് നിനക്ക് കളിക്കാം, നീ ബീൻ ബാഗിൽ ഇരിക്കാതെ. പിന്നെ അക്ബറിൻ്റെ ഉമ്മ വന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്മോക്കിംഗ് ഏരിയയിൽ പോകണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വേറെ രീതിയിലൊക്കെ ആക്കി കൊണ്ടുപോയിട്ടുണ്ട് കുറേ ആൾക്കാർ. അല്ലാതെ മറ്റൊന്നുമല്ല, സ്മോക്കിംഗ് ഏരിയയിൽ പോകരുത്, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും, അത് ശരിയല്ല, മോൻ പോകരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, മോൻ എണീറ്റ് നിന്ന് കളിക്ക്, നീ എപ്പോഴും ആ ബീൻ ബാഗിൽ ചടഞ്ഞുകൂടി ഇരിക്കാതെ, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സാബുമാൻ്റെ അടുത്തും കുറച്ച് സ്ട്രോങ് ആയിട്ട് കളിക്ക് നീ എന്ന് പറഞ്ഞു. അത് സാബുമാൻ്റെ കയ്യിൽ കാണുന്നുണ്ട്. അക്ബറിൻ്റെ കാര്യത്തിലും അക്ബർ കുറച്ചും കൂടെ ശരിയാവാനുണ്ട്, കുറച്ചും കൂടെ ക്ലാരിറ്റി കൊടുക്കായിരുന്നു അക്ബറിന് കേട്ടോ. പിന്നെ പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ഇന്നതാ ഇപ്പോൾ ആര്യൻ്റെതും ജിസേലിൻ്റെയും വന്നു. ജിസേലിൻ്റെ അമ്മ അത് പോട്ടെ, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് ദിയാസനെയും ജാസ്മിനെയും കുറിച്ചിട്ടാണ്. അവർ എടുത്തു പറയാനുള്ള അവർ രണ്ടുപേരെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും വീട്ടിലുള്ള എല്ലാവരോടും സംസാരിച്ചു, എല്ലാവർക്കും ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. മെയിൻലി ആദിലെ നൂറയോടും പറഞ്ഞു കാര്യങ്ങൾ. എന്താണ്, നീ വെറുതെ ട്രിഗർ ആവും, വെറുതെ ആവശ്യമില്ലാതെ എന്തിനാ നീ ട്രിഗർ ആകുമ്പോൾ നിന്റെ റിയാക്ഷൻ ആയിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇതാവുന്നത്. ക്ലിയർ കട്ടായിട്ട്. കാര്യം ഇത് നമ്മൾ വേറെ രീതിയിലോ ഇംഗ്ലീഷിലോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, നേരെ കാര്യം പറയണം. അത് ദിയ എല്ലാവർക്കും ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. നിവീന് ഹിൻഡ് കൊടുത്തു, അനുവിന് ഹിൻഡ് കൊടുത്തു, അക്ബറിന് ഹിൻഡ് കൊടുത്തു, എനിക്ക് തോന്നുന്നു ഷാനവാസിന് കൊടുത്തോന്ന് അറിയില്ല. പക്ഷെ എന്നാൽ ആര്യൻ ജിസേൽ ഇവർക്ക് രണ്ടുപേർക്കും ഈ ദിയാസനെ ഹിൻഡ് കൊടുത്തു കേട്ടോ. പക്ഷെ ആര്യൻ അതിനെ നെഗറ്റീവ് രീതിയിൽ എടുത്തേക്കുന്നത് എനിക്കറിയില്ല എന്താണ്. എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് കളിയാക്കി, അതിൻ്റെ പേരിലാണ്. പക്ഷേ ആര്യൻ്റെ ഫ്രണ്ട് പറഞ്ഞു വിട്ടതാണ് ഇൻഡിവിജ്വലായിട്ട് കളിക്കൂന്ന്. ഈ കാര്യം തന്നെ ഇന്ന് ആര്യൻ്റെയും ജിസേലിൻ്റെ അമ്മ വന്നു. ജിസേലിൻ്റെ അമ്മ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ജിസേലിനോട് പറഞ്ഞ കാര്യം. പറഞ്ഞാൽ മോളെ നീ കളിക്കുന്നില്ല, ജിസേലിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ എന്തിനാണ് അവിടെ നല്ല പിള്ള ചമയാനല്ല വന്നേക്കണം. നമ്മൾ മക്കൾ അവിടെ കളിക്കുന്ന നമ്മൾ കറക്റ്റായിട്ടുള്ള ഇത് കൊടുക്കണം അല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ വന്നേക്കണം. കാര്യം അവരുടെ ഫ്യൂച്ചറും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഷോയാണത്. ഷോ നീ കളിക്കുന്നില്ല, നീ നന്നായിട്ട് കളിക്ക്, നീ പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ആര്യൻ ജിസേൽ ഇഷ്യൂ ഒന്നും കൂടുതൽ അവർ ഫോക്കസ് ചെയ്തില്ല. ഇനി നമ്മളെ കാണിക്കാത്തയാണോ എന്നറിയില്ല, പക്ഷേ ജിസേലിന് മനസ്സിലായിട്ടുണ്ട് കാര്യം. അവരുടെ അമ്മയുടെ മുഖം വളരെ ഇതായിരുന്നു. ആ സമയത്താണ് ആര്യൻ്റെ അമ്മ കയറി വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മുഹൂർത്തമായിരുന്നു രണ്ടുപേരുടെയും. അപ്പോൾ അവർക്ക് മനസ്സിലായി. ഇനി ആര്യൻ്റെ അമ്മയുടെ കാര്യം, പുള്ളിക്കാരി ഭയങ്കര സ്വീറ്റാണ്, എല്ലാവരോടും ഭയങ്കര സ്വീറ്റാണ്, വീട്ടിലേക്ക് വിളിക്കുന്നു. പക്ഷെ ആര്യനോട് പറയുന്നുണ്ട് നീ കുറച്ചും കൂടെ നീറ്റായിട്ട് കളിക്കണം, നീ ക്ലാസ് ടോപ്പറല്ലേ, എന്നിട്ട് നീ കുറച്ചും കൂടെ. അത് ഡയറക്റ്റായിട്ട് പറയുന്നില്ല, കുറച്ച് പ്രൈസ് ചെയ്താൽ പറയുന്നത്. ആര്യനാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞാൽ പോലും ആര്യന് കത്തത്തില്ല, ആര്യന് മനസ്സിലാവൂല. ദിയാസന പറഞ്ഞിട്ടൊന്നും ആര്യന് കാര്യമായിട്ട് എടുത്തതേ ഇല്ല. പക്ഷെ അമ്മ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി ആര്യനോട് പറയണമായിരുന്നു. നീ വിരാട് കോഹ്ലിയെ പോലെയാണോ കളിക്കുന്നത് വെച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ആര്യൻ നന്നായിട്ട് ടാസ്ക് കളിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ ആര്യന് ഇതുണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്ത് ആര്യൻ പക്കയായിരുന്നു. പക്ഷെ അത് ഒന്ന് ക്ലാരിറ്റി കൊടുത്ത് പറയുന്നില്ല. ഇപ്പോൾ തന്നെ മേക്ക് ബെഡ്സ് 1 and 1 മേക്ക് ബെഡ്സ് ചെയ്യുക, പിന്നെ കുറച്ചും കൂടെ ഇൻഡിവിജ്വലി കളിക്കാനൊക്കെ പറയുന്നത്. പക്ഷെ അത് ആര്യന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് ആ രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ജിസേൽ പറഞ്ഞു എൻ്റെ അമ്മയും സെയിമാണ് പറഞ്ഞത്. സോ ഇനി കളിക്കുക, അത്രേ ഉള്ളൂ. കളിക്കുമ്പോൾ കുറച്ചും കൂടെ വരും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹിൻസ് കിട്ടിയത് കൂടുതലും ദിയാസനയും ജാസ്മിനിൽ നിന്നാണ്. കാര്യം നിവിൻ്റെ അടുത്ത് പോയിട്ട് നീ കൂടുതൽ ഇങ്ങനെ കഴിക്കരുത്, നീ കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ഗെയിമിൽ ഫോക്കസ് ചെയ്യുക, ഇതൊക്കെ കറക്റ്റായിരുന്നു. അപ്പം അവർക്ക് കൂടുതൽ ഉപകാരപ്പെട്ടത് ദിയാസനേനെയും ജാസ്മിനെയാണ്, വീട്ടിലുള്ള എല്ലാവർക്കും. നിങ്ങളുടെ അഭിപ്രായം പറയൂ. അനുവിൻ്റെ ആൾക്കാർ വന്നില്ലേ, അത് കഴിഞ്ഞ് പറയാം. നിങ്ങളുടെ അഭിപ്രായം പറയൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.